ഹാബിറ്റസ് പീഡിയയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IT ഇലക്ട്രോണിക്സ് ആൻഡ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മനു തന്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിന്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിന്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരണും ചെയ്ത കുറ്റം. അപ്പോൾ ഇവിടെ വിനുവും വരണും ചെയ്ത കുറ്റം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ മനു ആളുടെ കമ്പ്യൂട്ടറിൽ ശേഖരിച്ച നിർണായകമായ ചില ഔദ്യോഗിക റിപ്പോർട്ടുകൾ വിനുവും വരണും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു? കണ്ടെത്താനും നശിപ്പിക്കുവാനും ശ്രമിച്ചു. ഇപ്പൊ ഇവിടെ ചെയ്ത കുറ്റകൃത്യം കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് കൈകടത്തലാണോ? അല്ല. ഓപ്ഷൻ ബി, കമ്പ്യൂട്ടർ സിസ്റ്റം ഇതിലായിട്ട് നാശനഷ്ടം വരുത്തിയത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ: ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം എന്ത്? ഓപ്ഷൻ എ തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. ഓപ്ഷൻ ബി സ്വകാര്യത ലംഘനം. ഓപ്ഷൻ സി ഹാക്കിംഗ്. ഓപ്ഷൻ ഡി അധികാര ദുർവിനിയോഗം ചെയ്ത് രഹസ്യഭാവത്തിന്റെയും സ്വകാര്യതയുടെയും ലംഘനം. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. മറ്റൊരാളുടെ ഐഡന്റിറ്റി എടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളാണെന്ന് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, അതിനാണ് തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കുറ്റകൃത്യം ചെയ്ത ആള് തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വേറൊരാളുടെ ഐഡന്റിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഇത് ഞാനാണെന്ന് ഇത് വേറൊരാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്ത കുറ്റകൃത്യമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000 വിവര സാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ. ഓപ്ഷൻ എ വകുപ്പ് 43, ഓപ്ഷൻ ബി വകുപ്പ് 66, ഓപ്ഷൻ സി രണ്ടും എ ആൻഡ് ബി. ഓപ്ഷൻ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. അപ്പോ ഓപ്ഷൻ എ വകുപ്പ് 43, ഓപ്ഷൻ ബി വകുപ്പ് 66 രണ്ടും ശരിയാണ്. ഓക്കെ, രണ്ടും ശരിയാവുമ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വകുപ്പ് 43യുടെ ക്രിമിനൽ ശിക്ഷാവിധികളെ കുറിച്ച് പറയുന്നതാണ് വകുപ്പ് 66. വകുപ്പ് 43യിൽ കുറച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതിപാദിച്ചിട്ടുണ്ട്. ലൈക്ക് കമ്പ്യൂട്ടറിലോട്ട് ഒരു വൈറസ് കടത്തുന്നത് അല്ലെങ്കിൽ വൈറസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അനധികൃതമായി മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലോട്ട് നുഴഞ്ഞു കയറുന്നത്, അതേപോലെ അവരുടെ ഡാറ്റകൾ ശേഖരിച്ച് ഡാറ്റകൾ ടാമ്പർ ചെയ്യുന്നത്, ഡാറ്റകൾ കോപ്പി ചെയ്യുന്നത്, അതൊക്കെ വകുപ്പ് 43യിൽ പറഞ്ഞിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ്. അതിന്റെ ക്രിമിനൽ ശിക്ഷാ വിധികളാണ് വകുപ്പ് 66ൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ, ഓപ്ഷൻ ബി 16 വയസ്സിൽ താഴെ, ഓപ്ഷൻ സി 12 വയസ്സിൽ താഴെ, ഓപ്ഷൻ ഡി 14 വയസ്സിൽ താഴെ. നമുക്കറിയാം ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെയാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം. വിവര സാങ്കേതിക നിയമം പ്രകാരം അഥവാ വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം 18 വയസ്സിൽ താഴെ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ: IT നിയമത്തിൽ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ അഥവാ കോഡുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. അപ്പോ IT ആക്ട് 2000ലെ സെക്ഷൻ 65 ആണ് നമ്മുടെ സോഴ്സ് കോഡുകൾ ടാമ്പർ ചെയ്യുന്നത് അല്ലെങ്കിൽ സോഴ്സ് കോഡുകൾ എന്ത് ചെയ്യുന്നത്? സോഴ്സ് കോഡുകൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമം സെക്ഷൻ 65 ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 43 എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്ഷൻ 66 എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ അനധികൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? അപ്പൊ ഇവിടെയുള്ള കുറ്റകൃത്യം എന്താണ്? അനധികൃതമായിട്ട് ഒരു അക്കാദമിക് നെറ്റ്വർക്കിലോട്ട് ആക്സസ് ചെയ്തു പ്രതി. അതേപോലെ തന്നെ അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിച്ചു, ഫയലുകൾ ഇല്ലാതാക്കുകയും ചെയ്തു. ഇത് ഏത് സെക്ഷനിലാണ് വരുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. സെക്ഷൻ 66ന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഓക്കെ, IT ആക്ട് 2000ലെ സെക്ഷൻ 66ന്റെ അണ്ടറിലാണ് അൺഓതറൈസ്ഡ് ആക്സസ് വരുന്നത്. ഓക്കെ, അടുത്തത്: കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ 3 വർഷം തടവ് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ 2. ഓപ്ഷൻ ബി ജീവപര്യന്തം തടവ്. ഓപ്ഷൻ സി 3 വർഷം തടവ് അല്ലെങ്കിൽ 5 വർഷം രൂപ പിഴ അല്ലെങ്കിൽ 2. ഓപ്ഷൻ ബി 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ 2. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം.
ഇന്ത്യയിൽ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ടാൽ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ ആ പ്രതിക്ക് കിട്ടുന്നത് 3 വർഷം തടവോ 5 ലക്ഷം രൂപ പിഴയുമാണ്. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും. 3 വർഷം തടവ്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ രണ്ടും. Okay. അടുത്ത ക്വസ്റ്റ്യൻ. മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നതിന് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ IT ആക്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ്? അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്താണ് 66 പ്രകാരമാണ് സൈബർ കുറ്റകൃത്യമാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അനുബന്ധത്തിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് വകുപ്പിലാണ്? IT ആക്ടിലെ 66A എന്ന സെക്ഷൻ അത് ഭരണഘടനാ വിരുദ്ധവുമാണ്. അതേപോലെ തന്നെ മൗലികാവകാശമായിട്ടുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാത്തിന്റെയും എന്താണ് അതിനെ ഹനിക്കുന്നതിന്റെ പേരിൽ സുപ്രീം കോടതി വെട്ടിക്കുറച്ചു. അത് ഏത് ഹർജിയുടെ മേലെയാണ്, അല്ലെങ്കിൽ ഏത് വിധിയുടെ മേലെയാണ്? ശരത് ബാബു, ദിഗ്മാട്ടിയും ഡൽഹി സർക്കാരും. ഓപ്ഷൻ ബി ഏക്ത കപൂറും സ്റ്റേറ്റ് ഓഫ് എംപിയും. ഓപ്ഷൻ സി നവതേജ് സിംഗ് ജോഹറും യൂണിയൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി ശ്രേയ സിംഗലും യൂണിയൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി ശ്രേയ സിംഗലും യൂണിയൻ ഓഫ് ഇന്ത്യ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2015 ഈ കേസിന്റെ വിധി വന്നത്. അപ്പോൾ 2015 ഈ കേസിന്റെ വിധി പ്രകാരം IT ആക്ടിലെ 66A ദുരുപയോഗപ്പെടുത്തി എന്ത് ചെയ്തു? ഒരു കേസ് എടുത്തു. ആ കേസ് എന്താണ്? ആ കേസ് വാലിഡ് അല്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. കാരണം അത് ഫ്രീഡം ഓഫ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള, അഥവാ നമ്മുടെ മൗലിക അവകാശത്തിന്, അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെട്ടിക്കുറച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. CSV ഫയൽ എന്ന് വെച്ചാൽ എന്താ? CSV ഫയൽ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ഫയലാണ്. നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് അതേപോലെ ഡാറ്റാബേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫയലാണ് CSV എന്ന് വെച്ചാൽ. സെപ്പറേറ്റഡ് വാല്യൂസ്. CSV ഫയൽ എങ്ങനെയാണ് സേവ് ചെയ്യുക? ഒരു വാല്യൂ സെപ്പറേറ്റഡ് ബൈ എ കോമ, then again another value separated by a comma. അപ്പോൾ ഇതിൽ ഈ കോമയെ എന്താണ് പറയുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിൽ ഈ കോമയെ നമ്മൾ എന്താ വിളിക്കുക? ഡീലിമിറ്റർ എന്നാണ് വിളിക്കുക. ഈ ഫയലിന്റെ ഡീലിമിറ്റർ, അല്ലെങ്കിൽ ഡീലിമിറ്റർ ആണ് ഇവിടെ കോമ. അപ്പോ ഓപ്ഷൻ എ സെപ്പറേറ്റർ അല്ല, ഓപ്ഷൻ ഡി ഡീലിമിറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതേപോലെ നമ്മളിപ്പോ TSV അഥവാ ടാബ് സെപ്പറേറ്റഡ് ഫയൽസ് ആണെങ്കിൽ എങ്ങനെയാണ്? ഒരു വാല്യൂ സെപ്പറേറ്റഡ് ബൈ എ ടാബ് സ്പേസ്, പിന്നെ അങ്ങനത്തെ ഒരു വാല്യൂ. അപ്പോൾ ഇവിടുത്തെ ഡീലിമിറ്റർ എന്താണ്? ടാബ് ആണ് ഇവിടുത്തെ, ടാബ് സ്പേസ് ആണ് ഇവിടുത്തെ ഡീലിമിറ്റർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. സൈബർ സുരക്ഷയും ഓൺലൈൻ സുരക്ഷയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന് കേരള പോലീസിന്റെ സംരംഭം ഡാഷാണ്. ഇത് നമ്മുടെ കറന്റ് അഫയേഴ്സും IT-യുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കിഡ് ഗ്ലൗ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ കേന്ദ്ര സർക്കാരിന്റെ മിനിസ്റ്ററി MEIT അണ്ടറിൽ വരുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. സൈബർ സുരക്ഷയും ഓൺലൈൻ സുരക്ഷയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപക, രക്ഷിതാക്കൾ എന്നിവരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ISRAയും കേരള പോലീസും കൂടി ചേർന്നുള്ള സംരംഭമാണ് കിഡ് ഗ്ലൗ. അടുത്ത ക്വസ്റ്റ്യൻ. 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി? ആദ്യത്തെ പ്രസ്താവന, ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി. അടുത്ത പ്രസ്താവന, സെക്കൻഡിൽ 20 GB വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത. അടുത്ത പ്രസ്താവന, ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിനാണ്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് നോക്കാം. ആദ്യത്തെ പ്രസ്താവന, ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം 5G നെറ്റ്വർക്കുകൾക്ക് ലേറ്റൻസി കുറവാണ്. 1 മില്ലി സെക്കൻഡ് ഒക്കെയാണ് ഒരു 5G നെറ്റ്വർക്കിന്റെ ലാറ്റൻസി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, സോ ഇത് തെറ്റാണ്. അടുത്ത പ്രസ്താവന, സെക്കൻഡിൽ 20 GB വരെയാണ് നെറ്റ്വർക്ക് സ്പീഡ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 5G നെറ്റ്വർക്കിന്റെ സ്പീഡായിട്ട് കണക്കാക്കപ്പെടുന്നത് 20 GB അപ്സ്ട്രീം സ്പീഡ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്ലോഡിംഗ്, ഡൗൺലോഡിംഗ് സ്പീഡ് ഒക്കെ പറയില്ല, അതേപോലെ. അപ്പോൾ 20 GB അപ്സ്ട്രീം സ്പീഡ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത്, ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 5G നെറ്റ്വർക്കുകൾ നമ്മൾ ഇത്ര mm വേവ് എന്ന രീതിയിലാണ് നമ്മൾ അളക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, അഥവാ ഓൺലി ആൻഡ് ത്രീ. അടുത്ത ക്വസ്റ്റ്യൻ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്. ആപ്പിൾ എന്ന കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് മാക് OS X. യുനിക്സ് അല്ല, വിൻഡോ അല്ല, PSD അല്ല. യുനിക്സും ഉബുണ്ടും ഒക്കെ വേറെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത്.
താഴെ പറയുന്ന സെർച്ച് എഞ്ചിനകത്ത് ഓപ്ഷൻ എ യാഹൂ സെർച്ച് എഞ്ചിനാണ്. ഓപ്ഷൻ ബി ഒരു സെർച്ച് എഞ്ചിനാണ്. മൈക്രോസോഫ്റ്റിന്റെ ഒരു സെർച്ച് എഞ്ചിനാണ്. ഓപ്ഷൻ ബി സെർച്ച് എഞ്ചിനാണ്. ഓപ്ഷൻ സി ഒരു സെർച്ച് എഞ്ചിനാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ സെർച്ച് എഞ്ചിൻ അല്ല. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉത്തരം. സഫാരി എന്താണ്? ഒരു വെബ് ബ്രൗസർ ആണ് സഫാരി. ആപ്പിളിന്റെ ഒരു വെബ് ബ്രൗസർ ആണ് സഫാരി. Okay? ഇത് ഇനിയുള്ള ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആവും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് പ്രോമിന്റെ പൂർണ്ണ രൂപം എന്താണ്? പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി, ഈ പ്രൈമറി റീഡ് ഓൺലി മെമ്മറി. ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാം റീഡ് ഔട്ട്പുട്ട് മെമ്മറി. ഇവിടെ കറക്റ്റ് ആയിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. ഓക്കെ, അപ്പൊ പ്രോമിന്റെ പൂർണ്ണരൂപം എന്താണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ ആണ്, പ്രോഗ്രാം അല്ല. ഓക്കെ, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്, പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി. അത് എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്യുന്ന വർഷം ഈ ക്വസ്റ്റ്യന്റെ പ്രകാരം 2008 ആണ്. ഓപ്ഷൻ ഡി ആണ്. പക്ഷേ ഇപ്പൊ ചോദിക്കണം, അവസാനമായിട്ട് IT ആക്ട് എപ്പോഴാണ് ലെജിസ്ലേറ്റീവ് അമെന്റ്മെന്റ് ചെയ്തത്, അഥവാ ഭേദഗതി ചെയ്തതെന്ന് വെച്ചാൽ 2023 ഭേദഗതി നടത്തിയത്. ഓക്കെ, 2023 IT ആക്ടിന്റെ അവസാനമായിട്ടുള്ള ഭേദഗതി സംഭവിച്ചത്. ഓക്കെ, ജൻവിശ്വാസ് ഭേദഗതി എന്നാണ് അത് അറിയപ്പെടുന്നത്. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് ശരിയല്ലാത്തത് എന്ന്. ഓപ്ഷൻ എ കൂടിയ ബാൻഡ്വിഡ്ത്ത്. അത് ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് കൂടിയ ചെലവ്. അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. അത് ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ചിട്ട് ശരിയല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് ലൈറ്റ് വേവ്സ് ആയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൈറ്റ് വേവ്സ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ് കുറവായിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ് കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക അല്ലെങ്കിൽ ചേരുംപടി ചേർത്ത് എഴുതുക. ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഹബ്ബ്. ഹബ്ബ് എന്ന് വെച്ചാൽ എന്താണ്? ഹബ്ബ് എന്ന് വെച്ചാൽ നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ഹബ്ബ്. റൂട്ടർ എന്താണ്? രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ഒരുമിപ്പിക്കുന്ന അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഡിവൈസ് ആണ് റൂട്ടർ. റിപ്പീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ്വർക്ക് കൈമാറ്റം ചെയ്ത സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഡിവൈസ് ആണ് റിപ്പീറ്റർ. ഗേറ്റ്വേ എന്ന് വെച്ചാൽ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ 4, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ 6, അങ്ങനെ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഗേറ്റ്വേക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം 1D. 2 റൂട്ടർ എന്താണ്? 2C. 1D, 2C, 3D, 4A. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്ററി മെമ്മറി സിസ്റ്റം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള CPU വേഗം പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പതിവായിട്ട് അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഡാറ്റകളൊക്കെ താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്ററി മെറ്റീരിയൽ സിസ്റ്റം മെമ്മറി സിസ്റ്റം ആണ് ക്യാഷെ മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്യാഷെ മെമ്മറി തന്നെയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇതിൽ ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇതിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപഭോക്തൃനാമങ്ങൾ, പാസ്വേഡ് മുതലായ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികയാണ്. ട്രാൻസംവെയർ അല്ല, സലാമി ആക്രമണമല്ല, വൈറസ് അല്ല, വെബ് ജാക്കിംഗ് ആണ് കറക്റ്റ് ഉത്തരം. ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ഉദാഹരണത്തിന് വേണ്ടി നമ്മളിപ്പോ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിന്റെ വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കി ഒരാള്. ഓക്കെ, നെറ്റ്ഫ്ലിക്സിന്റെ വെബ്സൈറ്റിൽ ക്ലോൺ ഉണ്ടാക്കി. ഇത് നെറ്റ്ഫ്ലിക്സ് തന്നെ, അത് നെറ്റ്ഫ്ലിക്സ് തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്ലോൺ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരുടെ എന്ത് സ്വീകരിക്കുക, എന്തൊക്കെ അവരുടെ കാർഡ് നമ്പറുകൾ, അതേപോലെ തന്നെ പാസ്വേഡുകൾ, അതേപോലെ തന്നെ അവരുടെ ഉപയോക്തൃനാമങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഫിഷിംഗ് സാങ്കേതിക വിദ്യയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിന് ഡാഷ് എന്ന് പറയും. അതിന് നമ്മൾ പറയുന്നതാണ് ഓപ്ഷൻ എ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അല്ല, ഓപ്ഷൻ ബി പാക്കേജ് സോഫ്റ്റ്വെയർ അല്ല, ഓപ്ഷൻ സി മിഡിൽ വെയർ അല്ല, ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനാണെങ്കിൽ ഏതൊരാൾക്കും വന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിന് വേറെ തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആക്കി മാറ്റാം. അങ്ങനത്തെ ലൈസൻസ് ഉള്ള സോഫ്റ്റ്വെയറിനാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ VLC മീഡിയ പ്ലെയർ ഒക്കെ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. വേറൊരാൾക്ക് വന്നിട്ട് VLCയുടെ കോഡുകളിലൊക്കെ മാറ്റം വരുത്തി VLCനെ വേറെ തരത്തിൽ എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഇത് മോഡിഫൈ ചെയ്ത് VLC ആണ്. പക്ഷേ വേറെ ഇപ്പൊ ഒരു വേർഡ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആ വേർഡ് എന്നുള്ള സോഫ്റ്റ്വെയർ വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് പരിഷ്കരിക്കാൻ പറ്റില്ല. കാരണം അതെന്തൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ലാറി പേജും സെർച്ചിൽ പിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകൾ ഒന്ന്. നമുക്കൊക്കെ ഒരുപാട് അറിയാം. നമ്മളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ ആണ് ലാറി പേജും സെർച്ചിൽ പിന്നും കൂടിയിട്ട് സ്ഥാപിച്ചത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ഗൂഗിൾ ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ. ലാറി പേജും സെർച്ചിൽ പിന്നും കൂടി സ്ഥാപിച്ച ജനപ്രിയമായ സെർച്ച് എഞ്ചിൻ എന്താന്ന് ചോദിച്ചാൽ ഗൂഗിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു പില്ലറിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ക്രാന്തി. ഈ ക്രാന്തി എന്ന് വെച്ചാൽ എന്താ? ഈ ക്രാന്തി ഇലക്ട്രോണിക് വ്യവസായത്തിന്റെ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ടാണോ? അല്ല. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബ്രോഡ്ബാൻഡിംഗ് ആക്സസ് അല്ല, സോളർ ഇലക്ട്രിക് പദ്ധതിയിലാണ്. ഈ ക്രാന്തി എന്ന് വെച്ചാൽ ഗവൺമെന്റ് സേവനങ്ങൾ സുഗമമായിട്ടും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ക്രാന്തി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ പില്ലറുകളിൽ ഒന്നാണ് ഈ ക്രാന്തി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്പീക്കർ ഇൻപുട്ട് ഉപകരണമാണോ? അല്ല. സ്പീക്കർ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ? അല്ല. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. സ്കാനർ ആണ് ഇവിടെ ഒരു ഇൻപുട്ട് ഉപകരണം. ഇൻപുട്ട് ഉപകരണം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻപുട്ട് കൊടുക്കുന്നതിനാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ കിട്ടാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് പ്രിന്റർ. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ നിന്ന നമുക്കൊരു ദൃശ്യമായിട്ട് അത് ഔട്ട്പുട്ട് വരുന്നത് മോണിറ്ററിലൂടെയാണ്. നമുക്കൊരു ശബ്ദം ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് സ്പീക്കറിലൂടെയാണ്. പ്രിന്റർ ഒരു പേജ് നമ്മൾ പ്രിന്റ് എടുക്കുന്നത് പ്രിന്ററിലൂടെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിലൂടെ കടക്കുന്നില്ല. സ്കാനർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോ പേജ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത്? വേർഡ് പ്രോസസർ, വിൻഡോസ്, ലിനക്സ്, യുണിക്സ്. പറയാം. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഇതെല്ലാം എന്താണ്? ഇതൊക്കെ OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. പക്ഷേ വേർഡ് പ്രോസസർ എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കും. ഒരു വലിയൊരു ഭൂമിശാസ്ത്രമായ പ്രദേശം, ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് ആവാം, ഡിഫറെന്റ് രാജ്യങ്ങളാവാം, അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖലയെ പറയുന്നതാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് വെച്ചാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നമ്മളൊരു വീട്ടിലെയോ അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിലെയോ നെറ്റ്വർക്കിനെയാണ് എന്ത് പറയുന്നത്? ലാൻ എന്ന് പറയുന്നത്. വാൻ എന്ന് വെച്ചാൽ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇന്ത്യയിലത്തെ ഒരു നെറ്റ്വർക്ക് മൊത്തം, അമേരിക്കയിലത്തെ നെറ്റ്വർക്ക് മൊത്തം, ഇതെല്ലാം ചേർത്ത് നെറ്റ്വർക്കിനെയാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്നാണ്? ഓപ്ഷൻ എ, ഇമെയിൽ. എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി, ബ്രൗസർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പേജ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ. ഓപ്ഷൻ സി, HTML എന്ന് വെച്ചാൽ ഒരു വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് HTML. ഓപ്ഷൻ ഡി, സ്പ്രെഡ്ഷീറ്റ് എന്ന് നമുക്കറിയാം, അറിയാലോ അല്ലെ? എക്സൽ തുടങ്ങിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അടുത്തത്, IT ആക്ട് നിലവിൽ വന്ന വർഷം. IT ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നത്? നേരത്തെ മനസ്സിലാക്കി. IT ആക്ട് 2000 നിലവിൽ വന്നത്. ഓപ്ഷൻ ഡി, 2000 കറക്റ്റ്. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം ബാധ്യസ്ഥരായത്? ഓപ്ഷൻ എ, സർക്കാർ ഏജൻസികൾ. ഓപ്ഷൻ ബി, ഡാറ്റ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ. ഓപ്ഷൻ സി, സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റ വിവരങ്ങളോ കൈവശം വെക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. ഓപ്ഷൻ ഡി, ലാഭേച്ഛ ഇല്ലാത്ത സ്ഥാപനങ്ങൾ. ഇതിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അഥവാ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് കൈവശം വെക്കുന്ന ഏതൊരു കമ്പനിയും അത് നഷ്ടപ്പെട്ടാൽ പരിഹാരം തരാൻ ബാധ്യസ്ഥരാണ്. 2000 വിവര സാങ്കേതിക പ്രകാരം.
അടുത്ത ക്വസ്റ്റ്യൻ. 2000-ലെ വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റകൃത്യം താഴെ പറയുന്നതിൽ ഏതാണ്? ഒരു പ്രത്യേക സമൂഹത്തിൽ നിന്ദാകരമായി കണക്കാക്കപ്പെടുന്ന വിഷയം. ഓപ്ഷൻ ബി, വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. ഓപ്ഷൻ സി, സർക്കാരിനെയോ അതിന്റെ നയങ്ങളെയോ വിമർശിക്കുന്ന വിഷയം. ഓപ്ഷൻ ഡി, ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം. അപ്പോൾ ഐ.ടി. ആക്ട് 2000 പ്രകാരം അശ്ലീലമായ വിഷയം എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അശ്ലീലമായ കണ്ടന്റ് എന്നുള്ളതിന്റെ നിർവചനം, അല്ലെങ്കിൽ അശ്ലീലമായ കണ്ടന്റ് എന്നതിന്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആ വിഷയം എങ്ങനെയുള്ളതാണ്? വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യം ഉണർത്തുന്ന എന്ത് വിഷയമാണെങ്കിലും അത് അശ്ലീലമായ ഒരു വിഷയമാണെന്നാണ് ഐ.ടി. ആക്ട് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷെ മെമ്മറി, സെക്കൻഡറി മെമ്മറി. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഉണ്ടാവും. കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ വേണ്ട ഇൻസ്ട്രക്ഷൻസ് അങ്ങനത്തെ കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം. അത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് റീഡ് ഓൺലി മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. റാൻഡം ആക്സസ് മെമ്മറിയിലല്ല, ക്യാഷെ മെമ്മറിയിലല്ല, സെക്കൻഡറി മെമ്മറിയിലും അല്ല. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ റീഡ് ഓൺലി മെമ്മറിയിലാണ് അതിന്റെ ബൂട്ടപ്പ് പ്രോഗ്രാമിന് ആവശ്യമായുള്ള കാര്യങ്ങൾ സേവ് ചെയ്തേക്കുന്നത്. ഒരു ഹൈ ലെവൽ ഭാഷ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര്. നമ്മളെല്ലാവരും നമുക്കറിയാം, കമ്പ്യൂട്ടറിൽ ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഓരോ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഓരോ കമ്പ്യൂട്ടർ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഹൈ ലെവൽ ഭാഷ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ കാണുന്ന ഇപ്പോൾ പൈത്തൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സംഭവം പൈത്തണിന്റെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ഒരു ഫോം ഉണ്ട്. ഇപ്പോൾ പൈത്തണിനുള്ള ഒരു ഫോം ഉണ്ട്, സി പ്ലസിന് വേറെ ഫോമാണ്, ജാവയ്ക്ക് വേറെ ഫോമാണ്. അപ്പോൾ അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഇന്റർപ്രറ്റർ. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഭാഷാ പ്രോഗ്രാമിനെ നമുക്ക് മനസ്സിലാവാത്ത മെഷീൻ കോഡിലോട്ട് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഇന്റർപ്രറ്റർ. കമ്പൈലർ എന്ന് വെച്ചാൽ പിന്നെ അതിനുശേഷം ഈ മെഷീൻ ഭാഷയിൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കമ്പൈൻ ചെയ്ത ഓരോ ഇതിനെയും കമ്പൈൻ ചെയ്ത് വായിക്കുന്നതിനാണ് കമ്പൈലർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്ന 4 അക്ക നമ്പർ ഏതാണ്? അപ്പൊ ഇപ്പോഴായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പോർട്ടലാണ് ഈ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നേരിട്ടാൽ നമ്മൾ 1930 കോൺടാക്ട് ചെയ്ത് അതപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ ബി 1930 കറക്റ്റ് ആൻസർ. അടുത്തത്, ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമിലൊന്നായ ഒമേഗയുടെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗയുടെ സ്ഥാപകനായിരുന്നു. ഓപ്ഷൻ എ, സാം ആൾട്ട്മാൻ അല്ല. സാം ആൾട്ട്മാൻ നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുപാട് ഉപയോഗിക്കുന്ന ചാറ്റ് ജിപിടിയുടെ സ്ഥാപകനാണ് സാം. ഓപ്ഷൻ ബി, ഡേവിഡ് ആർ മൂരി അല്ല. ഓപ്ഷൻ സി, ഡഗ് ബ്രൗൺ അല്ല. ഓപ്ഷൻ ഡി, ലീഫ് കെ ബ്രൂക്സ് ആണ് ഒമേഗിൾ എന്ന ഒരു ഓൺലൈൻ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, ഒമേഗിളിന്റെ സ്ഥാപകനാണ് നമ്മുടെ ലീഫ് കെ ബ്രൂക്സ്. അടുത്തത്, മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾ ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെപ്പെടുന്ന ഏത് വകുപ്പിന്റെ ലംഘനമാണ്? ഐ.ടി. ആക്ട് 67 അല്ലെങ്കിൽ 67 ബന്ധപ്പെട്ട നമ്പറുകളാണ് ഈ അശ്ലീല ദൃശ്യങ്ങൾ കൈമാറുന്നതും അല്ലെങ്കിൽ അശ്ലീല ദൃശ്യം പ്രചരിപ്പിക്കുന്നതൊക്കെ കുറ്റകൃത്യമാക്കുന്നത്. ഐ.ടി. ആക്ട് സെക്ഷൻ 67 ഇത് കുറ്റകൃത്യമായി കണക്കാക്കുന്നത്. ഐ.ടി. ആക്ട് സെക്ഷൻ 66F അല്ല, 68A അല്ല, 677B അല്ല. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു സെക്ഷൻ 43 ആണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് വൈറസ് കടത്തി വിടുന്നതിന് വേണ്ടി ശിക്ഷ. സെക്ഷൻ 65 അല്ല, 72 അല്ല, 77B അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ് ഇതിൽ വീണ്ടും പെറ്റാബൈറ്റ് അല്ല, ജിഗാബൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. സെറ്റാബൈറ്റ് അല്ല, നാനോബൈറ്റ് അല്ല. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, GB, ടെറാബൈറ്റ് ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിലെ സ്റ്റോറേജ് അല്ലെങ്കിൽ
നെറ്റൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡ് നമുക്ക് പറയുന്നത്. ഓക്കെ, അടുത്തത് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് ഉണ്ടാക്കിയ കമ്പനി എഡ്ജ് മൈക്രോസോഫ്റ്റ്, അത് ശരിയായിട്ടുള്ളതാണ്. എഡ്ജ് എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് വെബ് ബ്രൗസർ ആണ്. ഫോട്ടോഷോപ്പ് ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, പക്ഷെ അത് ഉണ്ടാക്കിയത് മൈക്രോസോഫ്റ്റ് അല്ല. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ആപ്പിളിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക്. ഓക്കെ, ആപ്പിൾ നമ്മുടെ കമ്പനി ഉണ്ടാക്കി, അത് ശരിയാണ്. ആൻഡ്രോയിഡ് എന്നുള്ളത് ഗൂഗിൾ ഉണ്ടാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട്? ഒന്ന് ഒന്ന് മൂന്ന് നാല് ഇവ മാത്രം ശരിയാണ്, രണ്ട് തെറ്റാണ്. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? കൂട്ടത്തിൽ ചേരാത്തത് ഏതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ലാൻ, ഓപ്ഷൻ ബി ബാൻ, ഓപ്ഷൻ സി ക്യാൻ, ഓപ്ഷൻ ബി മാൻ. ഓപ്ഷൻ സി സ്കാൻ ആണ് കൂട്ടത്തിൽ ചേരാത്തത്. ഓപ്ഷൻ എ ലാൻ എന്താ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒക്കെ നെറ്റ്വർക്കിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, പക്ഷെ ഇത് കൂട്ടത്തിൽ ചേരാത്തതാണ്, ഓപ്ഷൻ സി. താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു കമ്പനി ആണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇൻസ്റ്റഗ്രാം മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. ടെലിഗ്രാം പക്ഷേ മെറ്റയുടെ അല്ല. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട്. ഫേസ്ബുക്ക് മെറ്റയുടെ ആണ്, വാട്സ്ആപ്പ് മെറ്റയുടെ ആണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എല്ലാം മെറ്റയുടെ അണ്ടറിൽ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡീപ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ് ഫേക്ക് എന്നാൽ ഇപ്പൊ നമ്മുടെ ഈ എ ഐ അഥവാ മെഷീൻ ലേണിംഗ് ഒക്കെ ഇതുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഡീപ് ഫേക്ക് എന്ന് വെച്ചാൽ സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്, തെറ്റാണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഡീപ് ഫേക്ക് ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ വൈറസ് അല്ല. ഡീപ് ഫേക്കിന് സംസ്ഥിതികൾ ഉപകരണമാണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേബിൾ TV നെറ്റ്വർക്ക് എന്തിനു ഉദാഹരണമാണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണോ? അല്ല. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഉള്ളതാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താ, ഒരു രാജ്യമോ അല്ലെങ്കിൽ രാജ്യാന്തരമായിട്ടുള്ളതുമാണ്. പാൻ എന്ന് വെച്ചാൽ പൊതു ഏരിയ നെറ്റ്വർക്കാണ്. മാൻ ആണ് കേബിൾ നെറ്റ്വർക്കിന്റെ ഉദാഹരണം. മാൻ എന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ കേബിൾ TV ഒരു സിറ്റിയിലാണല്ലോ നമ്മൾ കേബിൾ TV ഉണ്ടെന്ന് പറയാം. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ള നെറ്റ്വർക്ക് എല്ലാം കേബിൾ TV നെറ്റ്വർക്കാണ്. പരസ്പരം അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടും ഓരോ വീടുകളും കേബിൾ TV കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് നമുക്ക് മാൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് 2 KB ടു ഡാഷ് ബോക്സ്. ഓക്കെ, ആദ്യം നമ്മൾ അറിയേണ്ടത് 1 KB. 1 KB എന്ന് വെച്ചാൽ എത്രയാണ്? 1024 ബൈറ്റ്സ് ആണ്. ഓക്കെ, സാധാരണ നമ്മൾ കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ 1000 എന്നൊക്കെ വിചാരിക്കും. ഒരു കിലോ എന്ന് വെച്ചാൽ 1000 എന്നുള്ള കണക്കാണല്ലോ, അല്ലെങ്കിൽ 10⁻³ എന്നുള്ള കണക്കാണല്ലോ. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റോറേജ് വരുമ്പോൾ അത് 1024 ഓക്കെ, അപ്പോൾ ഒരു KB എന്ന് വെച്ചാൽ 1024 ബൈറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 KB എത്രയാണ്? 1024 ഇൻറ്റു 2 അപ്പോ എത്ര വരും? 2048 ബൈറ്റ്സ്. ഓക്കെ, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ? ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതൊരു വേർഡ് പ്രോസസർ ആണ്. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് അല്ല, പ്രസന്റേഷൻ അല്ല, ഇമേജ് എഡിറ്ററും അല്ല. വേർഡ് പ്രോസസർ. ഓപ്പൺ ഓഫീസ് റൈറ്റർ, ലിബ്രെ ഓപ്പൺ ഓഫീസ് റൈറ്റർ ഒക്കെ നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കണ്ടു. അതൊക്കെ എന്താണ്? വേർഡ് പ്രോസസർ ആണ്. Which of the following is not an output? ഈ താഴെ കൊടുത്തൽ ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ് അല്ല? ഓക്കെ, പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ഹെഡ്ഫോണും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മോണിറ്ററും ഒരു ഔട്ട്പുട്ട് ഡിവൈസ്. ജോയിസ്റ്റിക് പക്ഷേ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ജോയിസ്റ്റിക് ആണ് ഇവിടെ ഔട്ട്പുട്ട് ഡിവൈസിലത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പ്ലോട്ടർ എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ പ്രിന്റ് എടുക്കാനുള്ള ഫ്ലെക്സ് പ്രിന്റിങ്ങിനൊക്കെ ഉള്ള ഒരു മെഷീനാണ് പ്ലോട്ടർ എന്നുള്ളത്. അല്ലെങ്കിൽ അതുപോലത്തെ സാഹചര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് പ്ലോട്ടർ. സോ ബേസിക്കലി അതൊരു ഔട്ട്പുട്ട് മെഷീനാണ്. ഹെഡ്ഫോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ശബ്ദം ഔട്ട്പുട്ടായി ലഭിക്കുന്ന ഹെഡ്ഫോണിലൂടെയൊക്കെയാണ്. മോട്ടർ നമ്മൾ കാണുന്ന ദൃശ്യം അത് ഔട്ട്പുട്ടായി ലഭിക്കുന്നത് മോട്ടറിലൂടെയാണ്. ജോയിസ്റ്റിക് നമുക്കറിയാം, നമ്മൾ ഗെയിം കളിക്കാനൊക്കെ PS5 ഒക്കെ കണക്ട് ചെയ്തൊക്കെ നമ്മൾ, അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ കമ്പ്യൂട്ടറിലാണെങ്കിലും ജോയിസ്റ്റിക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഗെയിം കളിക്കാറ്. നമ്മൾ കമ്പ്യൂട്ടർ അകത്തോട്ടാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഡിവൈസായി മാറുന്നത്. ഓക്കെ, അടുത്തത് application software that is used to browse it. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഒരു
നെറ്റ് ബ്രൗസ് ചെയ്യേണ്ടതല്ല. അക്രോബാറ്റ് റീഡർ വരാം. ഓപ്ഷൻ 3 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 മോസില്ല ഫയർഫോക്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അക്രോബാറ്റ് റീഡർ എന്താണ് PDF ഓപ്പൺ ചെയ്ത് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, അഡോബിന്റെ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്താണ്, നമുക്ക് ഇമെയിലുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റിന്റെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ മദർ ബോർഡ്. ഓപ്ഷൻ എ ടു പ്രൊവൈഡ് പവർ ടു കമ്പ്യൂട്ടർ അല്ല. ഓപ്ഷൻ ബി ടു സ്റ്റോർ ഡാറ്റ പെർമനന്റ്ലി. ഓപ്ഷൻ സി ടു കണക്ട് ആൻഡ് അലോ കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻറ്റ്സ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മദർ ബോർഡിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു കണക്ട് ആൻഡ് അലോ കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻറ്റ്സ്. ടു പ്രൊവൈഡ് പവർ ടു ദ കമ്പ്യൂട്ടർ ഒക്കെ വേറെ ഡിവൈസസ് ആണ് ചെയ്യുന്നത്. കറക്റ്റ് ഫീച്ചർ ഓഫ് റാം. റാം ഇസ് നോട്ട് പെർമനന്റ് സ്റ്റോറേജ്. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ്. കമ്പ്യൂട്ടറിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ്. ഓക്കെ, റാം ഇസ് നോട്ട് എ പെർമനന്റ് സ്റ്റോറേജ്. ശരിയാണ്, റാം ഇസ് നോട്ട് എ പെർമനന്റ് സ്റ്റോറേജ് ആണ്. റാം ഇസ് വോളറ്റൈൽ. റാം വോളറ്റൈൽ ആണ്. പക്ഷെ റാം റീഡ് ഓൺലി മെമ്മറി. റാമിൽ ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. ഈ കറക്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് 1 and 2, അഥവാ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് 15. ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ഓഫ് 15 നമ്മളിപ്പോ അതൊരു ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ ആണ്. 0 to 9 വരെയുള്ള അക്കങ്ങളുടെ 0 to 9 വരെയുള്ള അക്കങ്ങളുടെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ 0 to 9 വരെയുള്ള അക്കങ്ങളാണ്. ഓക്കെ, 10 എന്നുള്ള അക്കത്തെ നമുക്ക് ഹെക്സാഡെസിമലിൽ എ എന്നാണ് പറയുന്നത്. 11 ബി, 12 സി, 13 ഡി, 14 എഫ്, 15 ടി.